ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മോർണിംഗിൽ സ്കൂൾക്ക് പോകുന്ന സമയത്ത് ചെയ്യുന്ന ലഞ്ചൊക്കെ റെഡിയാക്കാനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പൊ നമ്മളെ വീഡിയോ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മളെ കൊച്ചു ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അത് അമർത്തി ചവിട്ടി പോവുക കേട്ടോ. അപ്പൊ ഇതാക്കണം, നമ്മളെ റൈസായി കഴിഞ്ഞിട്ട് കേട്ടോ. അതേമാതിരി ഇതാണ് ബീഫാണ്. ബീഫ് ഇവിടെ റെഡി ആക്കിയിരിക്കുന്നത്. കുറച്ച് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്തങ്ങാണ്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടേ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. നമുക്ക് ഇതിക്ക് ഓയിലിന്റെ ഒരു ഇതുമില്ല, പക്ഷെ ഇതൊന്നും പറയും ഫ്രൈ ചെയ്ത് കണ്ടാവുമ്പോ കുറച്ച് ഇട്ടിട്ട് ഇത് കുറച്ചിട്ടാണ് ഫ്രൈ ആക്കിയാണ് ചെയ്യാൻ. പിന്നെ കുറച്ച് നമുക്കൊരു കറിക്ക് മുളക് ഇടുന്ന വഴി അങ്ങനെയും ചെയ്യാം. അപ്പൊ എന്താ ചെയ്യുന്ന ഇത് സ്കൂൾക്കാവുമ്പോ നമുക്ക് നല്ലോണം ഫ്രൈ ചെയ്ത് എടുത്തിട്ട് അങ്ങനെ കൊടുത്തു വന്നു. അപ്പൊ കറി ആവശ്യമില്ല. തൈരോ അങ്ങനെ സാലഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത് ഒരു കട്ടിയിൽ ഒരു കൊടുത്താൽ മതി. ഇത് 2 കഷ്ണം ഇട്ട് കൊടുക്കാം, സാലഡ് ഇടാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഇതിന്റെ ലഞ്ചും എല്ലാം ഈ ടൈമിൽ തന്നെ റെഡിയാവും. ഇന്ന് നല്ലട്ടെ, എന്ന് നമ്മൾ ലഞ്ച് എല്ലാം ക്ലിയർ ആവും. അതായത് സ്കൂളില്ലാത്ത ദിവസം നമുക്കറിയാം എന്താ പറയുക, ലഞ്ചിനൊക്കൊന്നും പോകില്ല. അപ്പൊ നമുക്ക് എന്താ സ്കൂളിലാത്ത ഒരു ദിവസം ഞാൻ ഇനി ഇതിൽ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പൊ അത്ര നമ്മള് ഫാസ്റ്റായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാല് പിന്നെ കുറച്ച് സമയം എടുത്തിട്ട് ഇന്നത്തെ ഉച്ചക്കുള്ള ഊണ് ഉണ്ടാക്കാം, റെഡിയാക്കാം, ലഞ്ച് റെഡിയാക്കാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം നിൽക്കുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കും അങ്ങനെയല്ലേ ചെയ്യാം. സ്കൂളുണ്ടെങ്കിൽ പിന്നെ ആ ഡെയിലി നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്ന ആ ഒരു അതങ്ങനെ പോവും. അപ്പൊ ഇത് നല്ലോണം ഒന്ന് മുരിഞ്ഞ് ഫ്രൈ ആയിട്ടൊന്ന് വെക്കട്ടോ. അപ്പൊ ഇനി ഞാനെന്താ പറയുക, നെയ്ച്ചോറും ഒക്കെ ഉണ്ടാക്കി ഓള് സ്കൂളിൽ പോയി. അപ്പൊ സ്കൂളിൽ പോയി നല്ല മഴയാണ് കേട്ടോ. അപ്പൊ മഴയൊക്കെ ഞാൻ ഇതിലൊക്കെ ഒന്ന് കാണിച്ചു. അപ്പൊ ഇതാക്കി നമ്മളെ മീനിടുന്ന റിങ്ങാണിത്. ഇതിലൊക്കെ എടുക്കാൻ വെള്ളം നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. മീനിടുന്ന റിങ്ങിന് വെള്ളം നിറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ഇതിന്റെ മീനൊക്കെ പിടിച്ചിങ്ങനെ മീന് പിടിച്ചിങ്ങാണ്ട് അന്ന് ഞാനൊരു യൂട്യൂബ് ചാനൽ ഇട്ടിട്ട് ഞാൻ മീന് പിടിക്കുന്നതും ഇരിക്കുന്നതും സാധ്യത പെങ്ങന്മാരുടെ നാട്ടിലെ കുട്ടികൾ പിടിക്കുന്നതൊക്കെ ഇതില് യൂട്യൂബ് ചാനൽ ഇങ്ങനെ ഇട്ടിരുന്നു. അപ്പൊ ഈ രണ്ടാമത് നമ്മൾ ഇനി മീനിങ്ങനെ കൊണ്ടുവന്നിരുന്നു. പിന്നെ അതേപോലെ നമ്മൾ ചീനികണ്ടകള് മഴയൊക്കെ വന്നപ്പോഴേ അപ്പൊ എന്റെ ഒരു അമ്മായിയൊക്കെ വന്നപ്പോ ഇതെല്ലാം ഞാൻ വെട്ടി എപ്പോഴും ഞങ്ങൾ എടുത്ത് കഴിക്കുന്നുണ്ട്. പക്ഷെ ഇത് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായില്ല. നല്ല മുട്ടുവേദനക്കൊക്കെ ഉള്ളത് അതൊക്കെ വളർന്നു. ഇത് നിങ്ങൾക്കറിയാം, ഇതുകൊണ്ട് ഈ തെച്ചിണ്ടല്ലോ, ഈ തെച്ചിപ്പൂ കൊണ്ട് ഒരു നമ്മൾ കളർ വെക്കാനൊക്കെ ഒരു ഓയിലുണ്ടാക്കും, സ്കിൻ കെയർ ഓയിലുണ്ടാക്കും. ഈ തെച്ചിപ്പൂ അതൊക്കെ ഇട്ടുകൊണ്ട് ഞാനങ്ങനെ ഇതില് ഞാനീ പറഞ്ഞേ സ്കിൻ കെയറിൽ ഉണ്ടാക്കുന്നത് ഞാനിത് ചേർക്കരുത്. പക്ഷെ അതെന്നറിയാം, നമ്മൾ കാട്ടിന്ന് കിട്ടുന്ന തെച്ചിണ്ട്, ആ കാട്ടിന്ന് കിട്ടുന്ന തെച്ചിന്റെ വേരും പൂവും കൊടുക്കുക, അത് എടുത്തുകാണ്ട് ചെയ്യും. അപ്പൊ ഇത് വേറൊരു തെച്ചിയാണ്. ഇത് അത് കാണില്ല. ഇരുമ്പാമ്പുലി ഉണ്ടായത്, ഇരുമ്പാമ്പുലി ഉണ്ടായതാണ് നോക്കട്ടെ. അത് കാണില്ല. ഇരുട്ടാണ്, മഴ രാത്രി പോലെയാണ് ഇപ്പൊ കാണുന്നത്. ഇരുട്ടായതുകൊണ്ട് കണ്ടോ ഇരുമ്പാമ്പുളി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ നമ്മളിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ മഴയായിട്ട് നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്ത് പിന്നെ മുറ്റത്തൊക്കെ നമ്മളെ പുല്ലൊക്കെ വന്നിട്ട് അതൊക്കെ പറിക്കാം. എത്ര പറിച്ചാലും പോയി കിട്ടൂല, വരികയാണ്. നമ്മളൊക്കെ വീട്ടിലൊക്കെ പുല്ലൊക്കെ ഉണ്ട്. അപ്പൊ കുറച്ച് വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ നടന്നു അപ്പൊ ഇനി രാത്രി നമ്മളിതിലൊക്കെ ഇങ്ങനെ ഒന്നിങ്ങനെ കാണിക്കാണ് കേട്ടോ. കണ്ടോ ഇങ്ങനത്തെ ചെടി ഉണ്ടെങ്കിൽ ഇതിന്റെ നല്ല ഭംഗിയില്ല കാണാൻ, ഈ കളർ ചെടികള് കണ്ടോ.
ഈ പുള്ളി ചെടി ഇതൊക്കെ മഴ പെയ്തപ്പോ ഞാൻ പറഞ്ഞു നമ്മളെ വേനൽക്ക് ഇതൊക്കെ ഇങ്ങോട്ട് ഉണങ്ങി ഇങ്ങോട്ട് ഇതായിന്. ഇപ്പൊ മഴയൊക്കെ പെയ്തപ്പോ സുന്ദരികളായിങ്ങാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കുറേ കളർ ചെടികളാട്ടോ. അതാണ് ഇവിടെ ഒരു പുള്ളി ഉള്ളതാ. ഇവിടെ അതായാലും വലിയ പുള്ളി ആയിങ്ങാണ്ട് അങ്ങനെ ഇരിക്കുന്നതാണ്. പിന്നെതാ പിന്നെ ഇത് കണ്ടോ, നല്ല വലിയ ചെടികൾ, വലിയ ചെടികൾ ഇത് അതേപോലെ ഇതിൽ കൂടെ ഈ പുല്ല് ഈ വള്ളി ഉണ്ടല്ലോ, ഈ വള്ളി ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. അത് എത്ര പറിച്ചാലും ഈ വള്ളി അതേപോലെ ഇങ്ങനെ വരും. എന്ന് വെക്കുന്നറിയാം ഓരോരോ നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കണതും പിന്നെ അങ്ങനത്തെ വീഡിയോസ് ഇങ്ങനെ ഇടുമ്പോഴേ പിന്നെ ഞാൻ നല്ല എന്താ നമുക്ക് ആവശ്യമല്ല നമ്മളൊക്കെ അനുഭവിക്കണ നമ്മുടെ എന്താ ഇപ്പൊ എപ്പോഴും നല്ല നമ്മുടെ സമൂഹത്തിൽ അനുഭവിക്കുന്ന ഓരോ സംഭവങ്ങൾ ഞാനിപ്പോ ഓരോരോ വീഡിയോസ് ആക്കി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ചെടികള് ഇതിലും കണ്ടോ, ജാസ്മിന് കണ്ടോ, അങ്ങനെ മുല്ലപ്പൂവ് ജാസ്മിനൊക്കെ. പിന്നെ വാഴക്കണ്ടി എന്താ വാഴക്കയിലേക്ക് നമുക്ക് ഈ ചോറ് പൊതിയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉഷാറായിട്ട് നല്ല തഴച്ച് വളർന്നുണ്ടായിരിക്കണം. ചോറ് പൊതിയൊക്കെ കൊണ്ടുപോകണമെങ്കിൽ മഴ പെയ്തോണ്ടിരിക്കാൻ കേട്ടോ, കുട ചൂടിങ്ങാണ്ട് ഇങ്ങനെ. അപ്പൊ ഇന്നത്തെ നമ്മളെ കൊച്ചു വീഡിയോ ആണ്. ഇന്നത്തെ നമ്മളെ വീഡിയോ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മളെ കൊച്ചു ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അടിച്ചമർത്തി പോവാട്ടോ. ബൈ.